ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പറയുന്നത് ഡേ ഓൾഡ് കോഴിക്കുഞ്ഞുങ്ങളെ ഒന്നുപോലും നമുക്ക് നഷ്ടപ്പെടാതെ ഇങ്ങനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഹെൽത്തി ആയിട്ട് നമുക്ക് വളർത്തി എങ്ങനെ എടുക്കാം, നമുക്കൊരു അസുഖമോ ക്ഷീണമോ ഒന്നും വരാതെ എങ്ങനെ നോക്കാമെന്നാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും, നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ 3 ദിവസമായ നമ്മുടെ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളാണ്, പുതിയ സ്റ്റോക്കാണ്. അപ്പോൾ ഇവർക്ക് നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്തൊക്കെ പരിചരണങ്ങളാണ്, ആദ്യം നമുക്ക് എന്താണ് ഇവർക്ക് വേണ്ടിയുള്ള ചെയ്തു കൊടുക്കേണ്ടത് നമുക്ക് പറയാം. അപ്പോൾ ആദ്യം നമുക്ക് ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ വാങ്ങിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതെന്തെല്ലാം കാര്യങ്ങളാണെന്ന് വെച്ചാൽ, നമ്മൾ എവിടെയാണോ കുഞ്ഞുങ്ങളെ ഇടാൻ ഉദ്ദേശിക്കുന്നത് ആ ഏരിയ നന്നായിട്ട് ആദ്യം ക്ലീൻ ആക്കുക. ഇതിപ്പോൾ നമ്മൾ ഈ കൂട്ടിലാണ് നമ്മൾ നേരത്തെ മുട്ടിച്ചത്. അപ്പോൾ ഈ കൂട് നമ്മൾ ആദ്യം കഴുകി ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ പുതിയ ചെന്തേരിപ്പൊടി, അതായത് ഫ്രഷ് ആയിട്ടുള്ള ചെന്തേരിപ്പൊടി എടുത്തിടുക. കൂട്ടിൽ ചിന്തേരിപ്പൊടിയാണ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ലതായിട്ടുള്ളത്. അപ്പോൾ അത് തന്നെ ഇടുക. അപ്പോൾ പേപ്പർ ഇടുന്നവരുണ്ട്, പേപ്പർ ഇടുവാണെങ്കിൽ ഡെയിലി മാറ്റി കൊടുക്കാൻ നോക്കണം. ചിന്തേരിപ്പൊടി ആകുമ്പോഴേക്കും ഒരാഴ്ച 2 ആഴ്ച കൂടുമ്പോൾ മാറ്റി കൊടുക്കണം. അപ്പോൾ ചിന്തേരിപ്പൊടി നല്ല കട്ടിക്ക് തന്നെ കൂട്ട് നിറച്ചിട്ട് കൊടുക്കുക. പിന്നെ രണ്ടാമത് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് ബൾബാണ്. ബൾബ് ഫിലമെൻ്റ് ബൾബാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്, LED ബൾബല്ല. ഫിലമെൻ്റ് ബൾബ് തന്നെ ഒരു 1.5 അടി മേളിലായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ചൂടിന് അത്യാവശ്യം വേണം. കോഴിക്കുഞ്ഞുങ്ങൾ ജനിച്ച് ഒരാഴ്ചയെങ്കിലും നല്ല ചൂട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുപോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ചൂടിനായിട്ട് നമ്മൾ ഫിലമെൻ്റ് ബൾബ് 60-ൻ്റെയോ 80-ൻ്റെയോ ഒരു ബൾബ് 60-ൻ്റെ മതിയാകും. അത് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു 1.5 അടിയിൽ ഹൈറ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു വലിയ കൂടാണെങ്കിൽ ആ കൂടിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. മറ്റേ സെൻട്രലായിട്ട് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും കോഴിക്കുഞ്ഞുങ്ങൾക്ക് ചൂട് കൂടിക്കഴിഞ്ഞാൽ മാറി നിൽക്കാനുള്ള ഏരിയ ഇല്ലാണ്ടായി പോകും. അപ്പോൾ ഒരു സൈഡിലാകുമ്പോഴത്തേക്കും അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ ഓട്ടോമാറ്റിക് ചൂട് കിട്ടാൻ വേണ്ടി ബൾബിൻ്റെ അടി നിൽക്കുകയും അത് അവർക്ക് ചൂട് മതിയാകുമ്പോഴത്തേക്കും മാറി നിൽക്കാനുള്ള ഒരു ഏരിയയും കൂടി ഉണ്ടാവണം. നമ്മുടെ കൂടെന്ന് വെച്ചാൽ ഇപ്പോൾ അതുപോലത്തെ ഒരു ഏരിയ ഉള്ളതാണ്, വളരെ നീളത്തിലുള്ള ഏരിയയാണ്. അപ്പോൾ ഒരു സൈഡിലിട്ടാണ് നമ്മൾ ബൾബിട്ട് കൊടുത്തേക്കുന്നത്. ഇപ്പം നമ്മൾ പറയുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ചെയ്തിട്ട് നമുക്ക് കോഴിക്കുഞ്ഞുങ്ങൾ നമ്മൾ ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് കൂടിയാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. പിന്നെയുള്ള തീറ്റ പാത്രവും അതുപോലെ വെള്ളപ്പാത്രവും ഒക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കണം. അതിനുശേഷം കോഴിക്കുഞ്ഞുങ്ങൾ വരുമ്പോഴത്തേക്കും അവർക്ക് ആദ്യം കൊടുക്കേണ്ടത് വെള്ളമാണ്. വെള്ളം വെച്ചാൽ അവർ ട്രാവൽ ചെയ്ത് വരുന്നതായിരിക്കും, അതിൻ്റെതായ ക്ഷീണവും ഒക്കെ ഉണ്ടാവും, നല്ല ക്ഷീണം ഉണ്ടാവും. അപ്പോൾ അവരുടെ ക്ഷീണം മാറ്റാൻ വേണ്ടി ആദ്യം നമുക്ക് ചെയ്യേണ്ടത്, അവർക്ക് വരുമ്പോൾ തന്നെ ഒരു ഗ്ലൂക്കോസ് വാങ്ങിച്ച് ഗ്ലൂക്കോസ് വെള്ളത്തിൽ കലക്കി കൊടുക്കുക എന്നാണ്. ആദ്യം വെള്ളം കൊടുത്ത് അവർക്ക് റിലാക്സായി അവർ വെള്ളം കുടിച്ച് റിലാക്സ് ആയതിനു ശേഷം മാത്രം നമുക്ക് ഫുഡ് കൊടുത്താൽ മതി. ഫുഡ് നമ്മൾ എടുത്തേക്കുന്നത് സ്റ്റാർട്ടറാണ്, ബ്രോയിലർ സ്റ്റാർട്ടറാണ്. അപ്പോൾ അത് കൊടുക്കുക. വെള്ളം കുടിച്ച് റിലാക്സ് ആയതിനു ശേഷം അവർക്ക് സ്റ്റാർട്ടർ എടുത്ത് കൊടുക്കുക. സ്റ്റാർട്ടർ നമ്മൾ ഇതുപോലെ പരന്ന പാത്രത്തിലാണ് വെച്ച് കൊടുക്കുന്നത്. പരന്ന പാത്രത്തിലാകുമ്പോഴത്തേക്കും അവർക്കത് കഴിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് പരന്ന പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ടർ ഞാൻ പൊടിച്ചിട്ടൊന്നുമില്ല. ബ്രോയിലർ സ്റ്റാർട്ടർ ആകുമ്പോൾ കുറച്ചുകൂടി പ്രോട്ടീൻ അടങ്ങിയ ഫുഡാണ്. അതുകൊണ്ട് ബ്രോയിലർ സ്റ്റാർട്ടർ തന്നെ കൊടുക്കുക. 1 ആഴ്ച 2 ആഴ്ചയെങ്കിലും ബ്രോയിലർ സ്റ്റാർട്ടർ തന്നെ കൊടുക്കുക. അതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് അരി പൊടിച്ചതോ അല്ലെങ്കിൽ ഗോതമ്പ് നുറുക്കോ ഒക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം സ്റ്റാർട്ടറിൻ്റെ കൂടെ. ആദ്യം തന്നെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് അരിയും ഗോതമ്പും കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ദഹനത്തിൻ്റെ ബുദ്ധിമുട്ടും ദഹിക്കാനുള്ളൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ വരുമ്പോഴത്തേക്കും കോഴിക്കുഞ്ഞുങ്ങൾക്ക് ക്ഷീണവും തളർച്ചയും വന്ന് അവർ ചത്തുപോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്റ്റാർട്ടർ തന്നെ വാങ്ങിച്ചു കൊടുക്കാൻ പരമാവധി നോക്കുക. സ്റ്റാർട്ടർ ആകുമ്പോൾ കുറച്ചുകൂടി പ്രോട്ടീൻ അടങ്ങിയ ഫുഡാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് പെട്ടെന്ന് ദഹനവും അതുപോലെ പെട്ടെന്ന് വളർച്ചയും കിട്ടും. അവർ പെട്ടെന്ന് നമുക്ക് വലുതായി കിട്ടാൻ വേണ്ടിയാണ് നമുക്ക് അങ്ങനെയും കൂടി ചെയ്യുന്നത്. പിന്നെ നമ്മൾ ബൾബ് എത്ര ദിവസം ഇടണമെന്ന് വെച്ചാൽ, നമുക്ക് നല്ല ചൂടുള്ള സമയം, അതായത് ഇപ്പോഴുള്ള സമയം, ഇപ്പം നല്ല ചൂട് സമയങ്ങളാണ്. ഇപ്പം നമുക്ക് ഒരാഴ്ച ഫുള്ളായിട്ട് ബൾബിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 5 ദിവസമെങ്കിലും നമുക്ക് ഫുള്ളായിട്ട് ബൾബിട്ട് കൊടുക്കാം. ബൾബ് ഫുള്ളായിട്ട് ഇട്ടതിന് ശേഷം നമുക്ക് പിന്നെ ഒരു 2 ആഴ്ചത്തോളം രാത്രി മാത്രം ഇട്ട് കൊടുക്കുക. ഒരു 6 മണിക്ക് ശേഷം പിന്നെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 ആഴ്ച ഏകദേശം മതിയാകും. അപ്പോൾ 5 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. എന്ന് വെച്ചാൽ നല്ല ചൂട് കിട്ടുന്ന ഏരിയ ആണെങ്കിൽ ഒരു 5 ദിവസമൊക്കെ മതിയാവും. പകൽ സമയം പിന്നെ നമുക്ക് പുറത്തുള്ള ചൂടും കൂടി ആകുമ്പോഴത്തെ അമിതമാവാതെ ഇരിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ചൂട് കൂടിക്കഴിഞ്ഞാലും കോഴിക്കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് നിങ്ങളോട് അങ്ങനെ പറഞ്ഞത്. പിന്നെ ഒരു 2 ആഴ്ചയോളം നമുക്ക് രാത്രി മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നല്ല തണുപ്പുള്ള സമയത്താണെങ്കിൽ ഒരാഴ്ച നല്ല മസ്റ്റായിട്ട് തന്നെ ഫുൾ ടൈം കോഴിക്കുഞ്ഞുങ്ങൾക്ക്
ചൂട് വേണം. അതായത് നല്ല പുറത്ത് നല്ല തണുപ്പാകുമ്പോഴത്തേക്കും അവർക്കത് ചിലപ്പോൾ ആ തണുപ്പിന് പിടിച്ചു നിർത്താനുള്ളൊരു കപ്പാസിറ്റി ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരാഴ്ച ഫുൾ ടൈം നമുക്ക് ബൾബ് തന്നെ ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു 20 ദിവസം, പിന്നെ ഒരു 20 ദിവസത്തേക്ക് നമുക്ക് രാത്രി മാത്രം ഇട്ട് കൊടുത്താൽ മതി. രാത്രി ഫുൾ ടൈം രാവിലെ ആകുമ്പോൾ ഒരു വെയിലെറിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓഫാക്കാം. അങ്ങനെ ഒരു 20 ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫുള്ളായിട്ട് ലൈറ്റ് മാറ്റാം. പിന്നെ നമുക്ക് ഈ കൂട്ടിൽ നിന്ന് കുറച്ചുകൂടി വലിയ കൂടിലേക്കും അവരെ മാറ്റി കൊടുക്കാം. അവർക്ക് വലുതാകുന്നതനുസരിച്ച് നമുക്ക് കുറച്ചുകൂടി വലിയ സ്പേസ് ഉള്ള ഏരിയയിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കുക. പൂച്ചേൻ്റെയും കാക്കേൻ്റെയും ശല്യം ഇല്ലാത്ത ഒരു ഏരിയയിലേക്ക് തന്നെ സേഫായിട്ട് ഇറക്കുക. കോഴിക്കുഞ്ഞുങ്ങളെ ഉടനെ നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറക്കി വിടുകയോ ഓപ്പണായിട്ട് ഇടുകയോ ചെയ്യരുത്. കാരണം നമ്മുടെ കണ്ണ് ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കാക്കയും പൂച്ചയും പെട്ടെന്ന് റാഞ്ചിക്കൊണ്ടുപോകും, പരുന്തുമൊക്കെ റാഞ്ചിക്കൊണ്ടു പോകും. അതുകൊണ്ട് തന്നെ അതുങ്ങളെ ഒരു പരിധി വരെ അവർക്ക് ഒരു നമ്മൾ പറയില്ലേ കാക്കപ്രായം കഴിഞ്ഞ് ആ പ്രായം കഴിയണ വരെ നമ്മൾ അവരെ സേഫായിട്ട് തന്നെ ഒരു എന്തെങ്കിലുമൊക്കെ കൂട് കെട്ടി അതിൻ്റെ അകത്ത് തന്നെ സേഫായിട്ട് നമ്മൾ വളർത്തുക. പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെടാൻ ഒരുപാട് സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അതങ്ങനെ ചെയ്യാതിരിക്കുക. അവരെ പരമാവധി സേഫായിട്ട് തന്നെ നോക്കുക കേട്ടോ. പിന്നെ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ ഒരു കൂട്ടിലിടുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഒരു ദിവസമായ കുഞ്ഞുങ്ങളെയും ഒരാഴ്ചയായ കുഞ്ഞുങ്ങളെയും കൂടെ ഒന്നിച്ചിടരുത്. നമ്മൾ ഒരേ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ മാത്രം ഒന്നിച്ചിടുക. ഒരുമിച്ച് ഒരേ പ്രായത്തിലിടുമ്പോഴത്തേക്കും അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇപ്പോൾ വലുതും ചെറുതുമായ ഒരു കുഞ്ഞുങ്ങളെ നമ്മൾ ഒരു കൂട്ടിലിട്ടാന്ന് വെച്ചാൽ നമുക്ക് കൂടിന് സൗകര്യക്കുറവ് കൊണ്ടൊക്കെ ചിലപ്പോൾ അങ്ങനെ ഇട്ടേക്കാം. അങ്ങനെ ഇടുമ്പോഴത്തേക്കും അവരിത് ഇതുപോലെ തീറ്റ തിന്നണ കൂട്ടത്തിലും അല്ലെങ്കിൽ ഇങ്ങനെ ചൂടുകിട ഇങ്ങനെ കൂട്ട് നിൽക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും വലിയ കോഴിക്കുഞ്ഞുങ്ങൾ അവരെ ചാടി മേത്ത് കയറാൻ സാധിക്കും. ഇപ്പം നിങ്ങളുടെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ വന്ന് മേത്തേക്ക് ചാടി കയറുന്ന ഒരു ഇതുണ്ട്. അത് ഒരേ ഏജിലെ കുട്ടികളാവുമ്പോഴത്തേക്കും വലിയ പ്രോബ്ലങ്ങളൊന്നും വരില്ല. പക്ഷേ വലിയ കോഴിക്കുഞ്ഞുങ്ങളാണ് നമ്മൾ ഈ കുഞ്ഞിൻ്റെ കൂട്ടത്തിൽ കൊണ്ട് ഇടുമ്പോഴത്തേക്കും ആ കുഞ്ഞുങ്ങൾക്ക് കയറി ചവിട്ടുമ്പോഴത്തേക്കും നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് അതിനെ ശതവേക്കാനും അതുപോലെ ക്ഷീണം തട്ടാനും ചിലപ്പോൾ അതൊക്കെ നമുക്ക് നഷ്ടപ്പെടാനും സാധ്യത കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ളപ്പോഴത്തേക്കും നമ്മൾ അതുപോലെ 2 സെക്ഷനായിട്ടൊക്കെ മാറ്റി കൊടുക്കണം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ എന്തെങ്കിലും ക്ഷീണം തട്ടിക്കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ സെപ്പറേറ്റ് ഒരു സെക്ഷനും കൂടി കാണുക കേട്ടോ. ഇപ്പോൾ ഈ കൂട്ടത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞുങ്ങൾക്ക് ഒരു ക്ഷീണമോ തളർച്ചയോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ മാറ്റിയിടാനും അവരെ ശുശ്രൂഷിക്കാനും പറ്റിയ ഒരു ഏരിയ നമുക്ക് കണ്ടുപിടിക്കുക. അപ്പോൾ ഒരു ക്ഷീണം പറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് അതിൻ്റെതായ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ഇപ്പോൾ തീറ്റ എടുക്കാത്ത കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഹാൻഡ് ഫീഡ് തന്നെ ചെയ്യുക. ഇപ്പോൾ സ്റ്റാർട്ടറൊക്കെ ആണെങ്കിലും വെള്ളത്തിൽ മിക്സ് ചെയ്താക്കിയാണെങ്കിലും അതുങ്ങളുടെ വായിൽ വെച്ച് നമുക്ക് കൊടുക്കുക. അതുങ്ങൾക്ക് ഫുഡ് എടുക്കുന്നില്ല എന്ന് മാറിയിരിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം വെച്ചാൽ നമ്മൾ ഈ ഇത്രയും കോഴിക്കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും കോഴിക്കുഞ്ഞുങ്ങൾ ഇങ്ങനെ പേടിച്ചോടും. അങ്ങനെ ഓടാതെ ഇങ്ങനെ മാറി തൂങ്ങി എവിടെയെങ്കിലുമൊക്കെ മൂലക്ക് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അവരെടുത്തിട്ട് പ്രത്യേകം ഒരു കൂട്ടിലേക്കൊക്കെ മാറ്റി സെപ്പറേറ്റ് ഒക്കെ ആക്കി ഇട്ട് കൊടുക്കുക. അവർക്ക് വേണ്ട കെയറും കാര്യങ്ങളും മെഡിസിനും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് അതുവേണ്ടി എല്ലാവരും കുറേ ആൻറ്റിബയോട്ടിക് ഒന്നും കൊടുക്കരുത്. ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്കറിയാവുന്ന രീതിയിലൊക്കെ പച്ചമഞ്ഞളും ആര്യവേപ്പും അങ്ങനെയൊക്കെയുള്ള വെള്ളമൊക്കെ അവർക്ക് കലക്കി കൊടുക്കുക. എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ പൊതുവെ ചൂട് സമയം ആയതുകൊണ്ട് തന്നെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ കുറച്ച് സമയമൊക്കെ അവരിങ്ങനെ കണ്ണടച്ചൊക്കെ നിൽക്കും. അവരിങ്ങനെ ഉറങ്ങും പോലെയൊക്കെ നിൽക്കും. അത് പക്ഷേ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് വലിയ ക്ഷീണമാണ് തളർച്ചയാണെന്നൊക്കെ പറഞ്ഞ് ഓടിപ്പോയിട്ട് ആൻറ്റിബയോട്ടിക്ക വാങ്ങിച്ച് കൊടുക്കാതിരിക്കുക. പിന്നെ അവർക്ക് 1 മാസമാകുമ്പോഴത്തേക്കും അവർക്ക് വിരമരുന്ന് കൊടുക്കുക. വിരമരുന്ന് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവർക്ക് എന്തെങ്കിലുമൊക്കെ ക്ഷീണം ഉണ്ടെങ്കിൽ മാറും. ചിലപ്പോൾ വിര കൂടിക്കഴിഞ്ഞാലും കോഴിക്കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഓരോ മാസവും അവർക്ക് വിരമരുന്ന് വാങ്ങിച്ച് അവർക്ക് വെള്ളത്തിൽ കലയ്ക്കും അങ്ങനെയൊക്കെ കൊടുക്കുക. പിന്നെ നമ്മൾ ഇലവർഗ്ഗങ്ങൾ നമ്മൾ കുറേശ്ശെ ആയിട്ട് അവരെ തീറ്റിക്കാൻ പഠിപ്പിക്കുക. അപ്പം ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാർട്ടർ എടുക്കുമ്പോഴത്തേക്കും സ്റ്റാർട്ടറിൻ്റെ അകത്ത് മുരിങ്ങയിലയോ അല്ലെങ്കിൽ പപ്പായേൻ്റെ ഇലയോ ഒക്കെ നമുക്കൊന്ന് ചെറുതായിട്ട് മിക്സിയിട്ട് അടിച്ച് മിക്സ് ചെയ്ത് അവരെ തീറ്റ കൊടുക്കുമ്പോഴത്തേക്കും അവർക്ക് ഇലയവർഗ്ഗമൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ അവരെ ആ ടേസ്റ്റ് നമ്മൾ പഠിപ്പിച്ചെടുക്കുക. അങ്ങനെ കുറേശ്ശെയായിട്ട് നമ്മൾ നമ്മൾ കൊടുക്കുന്ന തീറ്റയിൽ ഇപ്പോൾ ഗോതമ്പുറുക്കോ അരിനുറുക്കോ അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് കുറേശ്ശെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്ക് അതിൻ്റെ ടേസ്റ്റും കൂടി പിടിക്കും. അപ്പോൾ പിന്നെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്താലും അവരത് കഴിച്ചോളും.
അങ്ങനെയൊക്കെ ചെയ്ത് അവരെ നമുക്ക് ഇതിൽ ഫുഡിൻ്റെ കാര്യങ്ങളും നമുക്ക് കുറച്ചുകൂടി കെയർഫുള്ളായിട്ട് ഹെൽത്തി ആയിട്ട് നോക്കാൻ കഴിയും. അങ്ങനെ നമ്മൾ ഇലവർഗ്ഗങ്ങളൊക്കെ കഴിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളാകുമ്പോഴത്തേക്കും അവർക്ക് പെട്ടെന്ന് അസുഖങ്ങളൊന്നും വരാതെ ഇരിക്കും. അവർക്ക് പിന്നെ നമ്മൾ ഫുഡ് പരന്ന പാത്രത്തിൽ കൊടുക്കുമ്പോൾ പലർക്കും അതിൻ്റെ അകത്ത് കാഷ്ടം വന്നിട്ട് ചീത്തയായി പോകില്ല. നമുക്ക് അതുങ്ങൾക്ക് രാവിലെയും വൈകുന്നേരവും അല്ലെങ്കിൽ 3 നേരമെങ്കിലും നമ്മൾ വെച്ച് കൊടുക്കുക. അല്ലെ ഒരു ദിവസം രാവിലെ വെച്ച് കൊടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ വെക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അവർ കോഴിക്കാഷ്ടമൊക്കെ വീണ് ഫുഡ് ചീത്തയാകും. അപ്പോൾ അതിനുള്ള ഇടവരുത്താതെ അവർക്ക് രാവിലെ കഴിക്കാനുള്ള ഫുഡ് നമ്മൾ അത് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ഉച്ച കഴിയുമ്പോഴത്തേക്കും ഏകദേശം അത് തീരും, അപ്പോഴത്തേക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അവർക്ക് ആ ഫുഡ് വേസ്റ്റ് ആവാതെ തന്നെ കഴിച്ചോളും. പിന്നെ നമ്മൾ വെള്ളം വെച്ച് കൊടുക്കുന്ന പാത്രത്തിൻ്റെ ഏരിയയിലാണെങ്കിലും ഈ ഫുഡിൻ്റെ വേസ്റ്റും അതുപോലെ അറക്കപ്പൊടീൻ്റെ ചിന്തേരിപ്പൊടീൻ്റെ വേസ്റ്റൊക്കെ അതിൻ്റെ അകത്ത് വീഴും. അപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് വെള്ളം ചീത്തയാകാനും ആ വെള്ളം കുടിക്കുന്നത് കൊണ്ട് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ബാക്ടീരിയ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, രാവിലെയും വൈകുന്നേരവും വെള്ളവും മാറ്റി കൊടുക്കുക. വെള്ളം നമുക്ക് എപ്പോഴും നമ്മൾ കുടിക്കുന്ന എന്ത് വെള്ളമാണോ അത് തന്നെ വെച്ച് കൊടുക്കാൻ നോക്കണം. അഴുക്ക് വെള്ളമൊന്നും വെച്ച് കൊടുക്കരുത്. വെള്ളത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വളരെ കെയർഫുള്ളായിട്ട് നോക്കുക. പിന്നെ കോഴിക്കുഞ്ഞുങ്ങൾ കൂടുതലായിട്ടും വെള്ളം കുടിക്കുന്ന ഏരിയയിലായിരിക്കും അവർക്ക് കൂടുതൽ ഈ അപ്പിയും അതുപോലെ നനഞ്ഞൊക്കെ കിടന്ന് ബാക്ടീരിയയും കോഴിക്കാഷ്ടത്തിൻ്റെ അമോണിയൊക്കെ വന്ന് കൂടുതൽ ഫംഗസ് വരാൻ സാധ്യത കൂടുതലുള്ള ഏരിയയാണ്. അപ്പോൾ ആ ഏരിയയിൽ കൂടുതലായിട്ടൊക്കെ വെള്ളം നനഞ്ഞ് ഇതാക്കി കിടക്കുവാണെങ്കിൽ ആ ഏരിയയിൽ ഇതുപോലെ ചിന്തേരിപ്പൊടി ഒന്ന് മാറ്റി കൊടുത്തിട്ട് നല്ല ചിന്തേരിപ്പൊടി ഇട്ട് കൊടുക്കാനും ഫ്രഷായിട്ട് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാനും നോക്കണം. പിന്നെ ചിന്തേരിപ്പൊടി നമ്മൾ ഡെയിലി ഒന്ന് ഇളക്കി കൊടുക്കുക. എടുക്കാന്ന് വെച്ചാൽ ഈ ചിന്തേരിപ്പൊടിയിൽ ഡെയിലി നമ്മൾ ഒന്ന് അനക്കി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയറായി പോയിക്കോളും. അതായത് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചിന്തേരിപ്പൊടി ഫ്രഷ് ഇട്ട് കൊടുക്കണം. അതുവരെ നമ്മൾ ഡെയിലി ഒന്ന് ചിന്തേരിപ്പൊടി ഒരു കോല് വെച്ചോ എന്തെങ്കിലും വെച്ച് ചിക്കി മാന്തി കൊടുക്കുക. ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ കാഷ്ടത്തിൽ നിന്നും നമുക്ക് കോഴിക്കുഞ്ഞുങ്ങൾക്ക് അസുഖങ്ങൾ വരും. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ പേപ്പർ ഇട്ട് കൊടുക്കുന്നവരാണെങ്കിൽ പേപ്പറൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഡെയിലി പേപ്പർ മാറ്റി കൊടുക്കണം. പേപ്പർ ഇട്ട് കൊടുക്കുന്നവർക്ക് അറിയാൻ സാധിക്കും. കാരണം പിറ്റേ ദിവസം നമ്മൾ നോക്കുമ്പോഴത്തേക്കും പേപ്പർ ചീത്തയിട്ടുണ്ടാവും. അപ്പോൾ ഡെയിലി മാറ്റി കൊടുക്കുക. പിന്നെ കോഴിക്കുഞ്ഞുങ്ങളെ ഈ ഓരോ വലിപ്പം അനുസരിച്ചും അവർക്ക് കൂടുകൾ വലുതാക്കി കൊടുക്കുക. അവർക്ക് കുറച്ചുകൂടി സ്പേസി ആയിട്ട് വളരാവുന്ന രീതിയിൽ തന്നെ കൊടുക്കുക. പിന്നെ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടിൻ്റെ വലിയ നെറ്റ് വെക്കാതിരിക്കുക, വലിയ നെറ്റിലുള്ള കൂട്ടിലിടാതിരിക്കുക. എന്ന് വെച്ചാൽ ഈ കോഴിക്കുഞ്ഞുങ്ങൾ നെറ്റിൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോഴത്തേക്കും ഈ പുറത്തുനിന്ന് കാക്കയും പൂച്ചയൊക്കെ അതുങ്ങളുടെ തലയിലും കാലയിലൊക്കെ പിടിച്ച് കൊത്തി വലിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കോഴിക്കൂട് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും വലിയ കള്ളി കുറച്ച് ചെറിയ കള്ളിയിലാക്കി ഇട്ടാൽ നോക്കുക കേട്ടോ. എയർ പാസിങ് വേണം. അതുപോലെ തന്നെ ചെറിയ കള്ളിയായിരിക്കുക. ഈ വലിയ കള്ളിയിലാകുമ്പോഴത്തേക്കും കോഴിക്കുഞ്ഞുങ്ങൾ വന്ന് ഈ ഗ്രില്ലിൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോഴത്തേക്കും പുറത്തുനിന്ന് കാക്കയും പൂച്ചയും ഇതിങ്ങളെ പതുങ്ങി വന്നിരുന്ന് ചിലപ്പോൾ തലയെ പിടിച്ച് കടിച്ചു വലിക്കാനും ഇതിങ്ങളെ കൊത്തി വലിക്കാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ നമുക്കൊന്നും നഷ്ടപ്പെടാതെ തന്നെ നമ്മൾ സേഫ്റ്റി ആയിട്ട് നോക്കുക. അപ്പോൾ ഇതുപോലെയൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കോഴിക്കുഞ്ഞുങ്ങളൊന്നും നഷ്ടപ്പെടില്ല. ഇപ്പം നമ്മൾ ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളോടൊക്കെ ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കും ഞങ്ങളെപ്പോലെ ഒന്നും നഷ്ടപ്പെടാതെ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്താൽ മതി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.